ഒല്ലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനടുത്തുള്ള പ്രദേശങ്ങളിലാണ് കിണറ്റിൽ ആസിഡിന്റെ അളവ് വൻതോതിലുള്ളത്. ഇവിടങ്ങളിലെ വെള്ളം ഉപയോഗ്യമല്ല. 36 ചെറുകിട യൂണിറ്റുകളാണ് ഒല്ലൂർ ഇൻഡസ്ട്രിയൽ പാർക്കിലുള്ളത്. ഇതിൽപ്പെട്ട 10ഓളം വരുന്ന അലുമിനിയം പൗഡർ കോട്ടിംഗ് സ്ഥാപനങ്ങളാണ് ഉപയോഗം കഴിഞ്ഞ ആസിഡ് പുറത്തേക്കൊഴുക്കുന്നത്. 700ഓളം കുടുംബങ്ങളാണ് ഇതിന്റെ ഇരകൾ. ഇതന്വേഷിച്ചു ചെന്ന ഞങ്ങളെ അവർ അകത്തു പ്രവേശിപ്പിച്ചില്ല. തൊട്ടടുത്ത ഇൻഡസ്ട്രീസിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നിടത്ത് കണ്ട കാഴ്ച ഇങ്ങനെ. ഞങ്ങളോട് പ്രതികരിക്കാൻ കൂട്ടാക്കാത്ത ഇവർ പറയുന്നത് ഈ ആസിഡ് എന്തു ചെയ്യുമെന്ന് അറിയില്ലെന്നാണ്. 6 മാസത്തിനിടെയാണ് പ്രശ്നം രൂക്ഷമായത്. പ്രശ്നം പഠിക്കാൻ വന്നവർ പോയിട്ട് 1 വർഷം കഴിഞ്ഞു. മഴ പെയ്തതോടെ കൂടുതൽ കിണറുകളിലേക്ക് ആസിഡ് പടർന്നു. മാലിന്യ നിയന്ത്രണ ബോർഡ് തയ്യാറാക്കിയ ആരോഗ്യ പഠന റിപ്പോർട്ട് കാണാനുമില്ല. 10 മാസം മുമ്പ് ഞങ്ങൾ തൊട്ടടുത്ത ഈ എസ്റ്റേറ്റിനോട് സമീപത്തുള്ള വീടുകളിലെ വെള്ളങ്ങൾ ചായ തിളപ്പിക്കുമ്പോൾ പാല് പിരിഞ്ഞു പോവുക. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ കുട്ടികൾക്കൊക്കെ മേലിൽ ചൊറിച്ചിൽ വരിക. അപ്പോൾ ഞങ്ങൾ പൊല്യൂഷൻ ബോർഡിൽ അവരെ കണ്ട് സംസാരിച്ചു. അവർ വന്ന് കിണറ്റിൽ എല്ലാ വെള്ളങ്ങളും വന്ന് ഒരുവിധം കിണറ്റിലെ 10-35 വീടുകളിൽ വന്ന് എടുത്തു. അപ്പോൾ അതൊന്നും മനസ്സിലായത് ആസിഡിൻ്റെ അംശമാണെന്ന് മനസ്സിലായി. ഫാക്ടറികൾ അടച്ചുപൂട്ടണമെന്ന് നാട്ടുകാർ പറയുന്നില്ല. കിണറുകൾ ശുദ്ധീകരിച്ച് കിട്ടണമെന്നാണ് ആവശ്യം. ഈ കിണർ ഉപയോഗിക്കുന്നവർക്ക് ഇപ്പോൾ ത്വക്ക് രോഗങ്ങളാണ്. ഗതികേടിലായതോടെ ഇപ്പോൾ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവർ വെള്ളം കാശ് കൊടുത്തു വാങ്ങുന്നു. അതിനും കഴിയാത്തവർ ഇതേ വെള്ളം ഉപയോഗിക്കുന്നു. പൈസ കൊടുത്തിട്ട് കുറച്ച് നാള് വെള്ളം മേടിച്ച് ഞങ്ങൾ കഴിച്ചു. ഇതിലത്തെ മേലാകെ ചൊറിച്ചിലും കിടാങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് സ്കൂളിൽ പോകാണ്ടൊക്കെ ഇരിക്കാടുന്നു. ഇവിടെയുള്ള കോർപ്പറേഷൻ പൈപ്പിന്റെ അവസ്ഥ ഇങ്ങനെ. 2 ദിവസത്തിലൊരിക്കൽ വെള്ളം വരും. നാട് മുഴുവൻ കുടിവെള്ളത്തിനായോടുമ്പോൾ നിറയെ വെള്ളമുള്ള കിണറിൽ നിന്നും തുള്ളി പോലും കുടിക്കാൻ കഴിയാത്ത പ്രയാസത്തിലാണിവർ. കമ്പനി പുതിയ യന്ത്രങ്ങൾ സ്ഥാപിച്ചുവെന്ന് പറയുന്നു. എന്നാൽ ആസിഡിന്റെ അളവ് കുറയാത്തതിനാൽ ജനങ്ങൾക്കതിൽ വിശ്വാസമില്ല. ജനപ്രതിനിധികൾ കൈയൊഴിഞ്ഞതോടെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് നാട്ടുകാർ. തൃശൂരിൽ നിന്നും ക്യാമറമാൻ ഷിജുവിനൊപ്പം അഫ്താബ് റഹ്മാൻ, മീഡിയ 1.